ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാഖിൽ RS. നമുക്കിന്ന് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. നിങ്ങളെല്ലാം പോലീസ് ഡ്രൈവർ തസ്തിക മാടി വിളിക്കുന്നു. കേരള പോലീസിലേക്ക് അഭിമാനപൂർവ്വം പോലീസ് വളയം പിടിക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞോ? സിലബസിനെ ആധാരമാക്കിയ പഠനം നോട്ടിഫിക്കേഷൻ PSC പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഉദ്യോഗാർത്ഥികളെല്ലാം തീവ്രമായ പരിശീലനത്തിലാണ്. നിങ്ങളും ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. നമ്മളിന്ന് നിങ്ങളുടെ സിലബസിലെ വളരെ വിലപ്പെട്ട 20 മാർക്കിൻ്റെ ടോപ്പിക്ക്, നിങ്ങളുടെ ടോപ്പിക്കിലെ വിലപ്പെട്ട 20 മാർക്കാണ് നമ്മുടെ ടോപ്പിക്ക്. സ്പെഷ്യൽ ടോപ്പിക്, സുപ്രധാന നിയമങ്ങൾ അല്ലെങ്കിൽ ജോലിയുടെ തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ട വസ്തുതകളിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ജോലി സ്വന്തമാക്കാൻ മാനസികമായി ഒരുങ്ങിക്കഴിഞ്ഞോ? നിങ്ങളുടെ ആഗ്രഹം എത്രയ്ക്കുണ്ട്? പോലീസ് ഡ്രൈവർ തസ്തികയെ സംബന്ധിച്ച പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ അടുക്കും ചിട്ടയോടും കൂടി പരിശീലിപ്പിക്കാൻ ഒരു മികച്ച ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഒരുക്കിയിരിക്കുന്നു. കേരളത്തിലെ മികച്ച അധ്യാപകരുടെ സേവനം, ഒപ്പം തന്നെ നിങ്ങൾക്ക് മികച്ച മെന്റർഷിപ്പും PDF നോട്ടുകളും OMR പരീക്ഷകളും അതുപോലെ തന്നെ ക്ലാസ് ടെസ്റ്റുകളും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളും രൂപീകരിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള പ്രത്യേക പ്ലാറ്റ്ഫോം അടക്കം സജ്ജീകരിക്കുന്ന സുസജ്ജമായ ഈ ഒരു ക്ലാസ്. എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ, ഒപ്പം തന്നെ ലൈവ് ക്ലാസ് ഏതെങ്കിലും കാരണവശാൽ കാണാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നു. തുടങ്ങിയ ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഒരു ബാച്ചിൽ, പോലീസ് ഡ്രൈവർ കോഴ്സിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ചിട്ടയായി നമുക്ക് പരിശീലനം പൂർത്തിയാക്കി ജോലി ഉറപ്പിക്കാം. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനും മറ്റ് വിശദ വിവരങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചുവടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ കാര്യം പോലീസ് ഡ്രൈവറാണ് അല്ലേ? പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളുടെ എല്ലാ പോലീസ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴെല്ലാവരും ഉറ്റുനോക്കിയ ഒരു കാര്യമാണ്. എന്താണ്? സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റമുണ്ടാകുമോ? എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം? 2023 പാർലമെന്റ് പാസ്സാക്കുകയും 2024 ജൂലൈ മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്ത 3 ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യയിൽ വന്നു അല്ലേ? പഴയ നിയമങ്ങൾക്ക് പകരമായി 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ. ആ ക്രിമിനൽ നിയമങ്ങളെ സംബന്ധിച്ച മാറ്റം സിലബസിലും ഉണ്ടാകുമോ? സെഷൻസിൽ മാറ്റമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ ക്രിമിനൽ നിയമങ്ങളുടെ പല കാര്യങ്ങളിലും മാറ്റം വന്നു. ആ മാറ്റം നമ്മുടെ സിലബസിൽ ഉണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ PSC സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. IPC എന്നോ CRPC എന്നോ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നോ ഒന്നും പറയുന്നില്ല. സെഷൻസിന്റെ കാര്യം പറയുന്നില്ല, സെഷൻസിന്റെ നമ്പർ പറയുന്നില്ല. നേരെ മറിച്ച് ഒഫൻസസ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ക്രൈം എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള ആക്റ്റുകളാണ് കുറ്റകരമായിട്ടുള്ളത്, കുറ്റകരമാകാത്തത്, ശിക്ഷാവിധികൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക സെഷനുകളെ കാട്ടി. ഇനി അഥവാ സെക്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പുതിയ നിയമങ്ങളുടെ സെഷൻസ് ആണ്. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ശിക്ഷാ നിയമം അല്ലെങ്കിൽ IPC 1860 പകരം 2024 നിലവിൽ വന്ന പുതിയ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത 2023. 24 ജൂലൈ 1 നിലവിൽ വന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ പുതിയ സെഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ചോദിച്ചാലും പുതിയ നിയമത്തിലെ സെക്ഷനുകൾ മാത്രമാണ് ചോദിക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകാൻ നോക്കുക. ഉദ്യോഗാർത്ഥികളെ, സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി മാറ്റമുണ്ടാകും. സിലബസിൽ കേരള PSC കൊടുത്തിട്ടുള്ള ടോപ്പിക്കുകൾ പഴയ ടോപ്പിക്ക് തന്നെയാണെങ്കിലും സെഷൻസ് നമ്മൾ പഠിക്കേണ്ടത് പുതിയ നിയമത്തിലെ സെഷൻസ് തന്നെയാണ്. ഓക്കെ, 20 മാർക്കാണ്. നമ്മൾ പറഞ്ഞു തസ്തികയുടെ ജോലി സംബന്ധമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 20 മാർക്കാണ്. ഭാരതീയ ന്യായ സംഹിത അഥവാ BNS 2023 അല്ലെ, ഇന്ത്യസ് ഒഫീഷ്യൽ ക്രിമിനൽ കോഡ് ദാറ്റ് വിൽ റീപ്ലേസ് ദ ഇന്ത്യൻ പീനൽ കോഡ് IPC. IPCക്ക് പകരം നിലവിൽ വന്ന പുതിയ നിയമമാണ് എന്നറിയപ്പെടുന്നു ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നു. BNS വാസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഇൻ ഡിസംബർ 2023 ഡിസംബറിൽ പാർലമെന്റ് പാസ്സാക്കി. അതുകൊണ്ടാണ് നിയമത്തിനൊപ്പം 2023 എന്ന് കാണുന്നത് അല്ലേ? എന്നാൽ BNS ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതാകട്ടെ 2024 ജൂലൈ 1 അല്ലെ? It will come into exist on 1st July 2024. 2024 ജൂലൈ 1 നിലവിൽ വന്നു എന്ന് ഓർക്കുക. ഇതിലെ പ്രധാനപ്പെട്ട സിലബസിലെ ഭാഗം നമുക്ക് നോക്കാം.
പാർട്ട് 1 സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 1ാമത്തെ ഭാഗം 4 മാർക്കിനാണ്. 20 മാർക്കിൽ 4 മാർക്കും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വലിയ ടോപ്പിക്കാണ്. ജനറൽ എക്സംഷൻസ് ഇൻ ഒഫൻസസ്, അല്ലെ? കുറ്റകൃത്യങ്ങൾ പൊതുവായി കാണപ്പെടുന്ന ചില എക്സംഷൻസ്, ഒഴിവുകഴിവുകൾ എന്തെല്ലാം, അല്ലെങ്കിൽ അത് കുറ്റമാകില്ല, ഇത് കുറ്റമാകില്ല, ഇങ്ങനെ പറയില്ലേ? ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇന്റന്റ് ആൻഡ് ടു പ്രിവെന്റ് അതർ ഹാം. മറ്റൊരു കുറ്റകൃത്യമോ മറ്റൊരു അപകടമോ തടയാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഉദ്ദേശം ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ല എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഒരു വീടിനകത്ത് തീ പിടിക്കുന്നു, ആ തീയിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് മുൻവാതിൽ ചവിട്ടി പൊളിച്ചകത്ത് കയറുന്നു. ഈ വാതിൽ ചവിട്ടി പൊളിച്ചത് ക്രിമിനൽ ഉദ്ദേശത്തോടു കൂടിയാണോ? അല്ല, അത് കുറ്റകരമല്ലെന്നാണ്. മനസ്സിലാവുക? അതുപോലെ ആക്ട് ഓഫ് ചൈൽഡ് അണ്ടർ 7 years of age, 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊന്നും കുറ്റകൃത്യമായി കണക്കാക്കാൻ പാടില്ല. ആക്ട് ഓഫ് എ ചൈൽഡ് അബവ് 7 and അണ്ടർ 12 ഓഫ് ഇമ്മച്വർ അണ്ടർസ്റ്റാൻഡിങ്, അപക്വമായ പ്രായത്തിൽ 7 വയസ്സ് മുതൽ 12 വയസ്സിനും ഇടയിലുള്ള ഒരു കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും എന്താണ്? കുറ്റകൃത്യമായി പരിഗണിക്കേണ്ടതില്ല, അല്ലെങ്കിൽ പരിഗണിക്കാൻ പറ്റില്ല, അത് കോടതിയുടെ തീരുമാനമാണ്. ഇമച്വർ അണ്ടർസ്റ്റാൻഡിങ് എന്നൊരു കാര്യം പറയുന്നു. അതുപോലെ തന്നെ ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ സമചിത്തത ഇല്ലാത്തൊരു വ്യക്തി, അല്ലേ? മാനസികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മയുള്ള ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യമല്ല. അതുപോലെ ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് ജഡ്ജ്മെന്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ്ഡ് അഗൻസ്റ്റ് ഹിസ് വിൽ, ഒരാളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി, അയാളുടെ സമ്മതമോ ആഗ്രഹമോ ഇല്ലാതെ ലഹരി വസ്തു അയാളെ കൊണ്ട് ഉപയോഗിപ്പിച്ചു, ഒരാൾ ഇൻടോക്സിക്കേഷന് വിധേയമാക്കി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷപദാർത്ഥം കുടിപ്പിച്ചു, എന്നിട്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളൊന്നും അയാൾക്ക് ആ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആക്ട് നോട്ട് ഇന്റൻഡ് ടു കാസ് ഡെത്ത് ഡൺ ബൈ കൺസെന്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ എ പേഴ്സൺസ് ബെനിഫിറ്റ്, ഒരു വ്യക്തിയുടെ ഉത്തമ സമ്മതത്തോടെയും അദ്ദേഹത്തിന്റെ നല്ലതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു, അങ്ങനെയെങ്കിലും അത് കുറ്റകരമല്ല. ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു ഓപ്പറേഷന് വേണ്ടി എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ ഓപ്പറേഷനെതിരെ ഇടയിൽ വെച്ചിട്ട് രോഗി മരണപ്പെടുന്നു, അങ്ങനെയെങ്കിൽ ഡോക്ടർ കുറ്റക്കാരനാണോ? അല്ല എന്നാണ് പറയുക. അതുപോലെ തന്നെ ദി ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് ചൈൽഡ് ഓർ ഇൻസെന്റ് പേഴ്സൺ ബൈ കൺസെന്റ് ഓഫ് ഗാർഡിയൻ, ഒരു സെയിം പറഞ്ഞ കാര്യമാണ്. ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ രക്ഷകർത്താവിന്റെ സമ്മതത്തോടു കൂടിയോ, അല്ലെങ്കിൽ ഈ വ്യക്തമായി തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ രക്ഷകർത്താക്കളുടെ സമ്മതപ്രകാരമോ ചെയ്യുന്ന പ്രവൃത്തി കാരണം അയാൾ കൊല്ലപ്പെട്ടാൽ, നല്ല ഇന്റൻഷനോടുകൂടി, അല്ലെങ്കിൽ അയാളുടെ ജീവൻ രക്ഷിക്കാനോ അയാൾക്ക് നല്ലതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാൽ അയാളുടെ മരണം സംഭവിച്ചാലും അത് കുറ്റകരമല്ലെന്ന് പറയുന്നു. അതുപോലെ തന്നെ ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെന്റ്, ഒരാളുടെ അനുമതി ഇല്ലാതെ ആണെങ്കിൽ പോലും ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ, ഒരാളുടെ നല്ലതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി കാരണം, നല്ലതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി കാരണം അയാൾക്കത് കുറ്റകരമായി തോന്നിയാലും അത് ചെയ്ത വ്യക്തി കുറ്റക്കാരനാകുന്നില്ല എന്നുള്ളതാണ് ഓർക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരാളെ രക്ഷിക്കണം, ഒരാൾ റെയിൽവേ പാളത്തിൽ നിൽക്കുകയാണ്, പെട്ടെന്ന് തീവണ്ടി വരുന്ന കണ്ടിട്ട് അയാളെ പിടിച്ച് തള്ളിയ വഴിക്ക് അയാൾ തെറിച്ച് വീണു, അയാളുടെ തല ഇടിച്ചൊന്ന് തല പൊട്ടി. പക്ഷെ അയാളെ മനഃപൂർവ്വം നിങ്ങൾ ഹെർട്ട് ചെയ്തതാണോ? അല്ല, അയാളെ പിടിച്ച് തള്ളിയില്ലായിരുന്നെങ്കിൽ തീവണ്ടിയിൽ അകപ്പെട്ടേനെ. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരം കണ്ടീഷൻസിനെ പറ്റി ജനറൽ എക്സെപ്ഷൻസ് ഇൻ ഒഫൻസസ് ആണ് പറയുക, അല്ലെ? പൊതുവായ കുറ്റകൃത്യങ്ങളിലെ എക്സെപ്ഷൻസിനെ പറ്റി പറയുന്നു. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട സിലബസിലെ കാര്യങ്ങൾ, നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ട്. കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ കുറ്റകരമായ നരഹത്യ എന്ന് പറയുന്നുണ്ട്. മർഡർ ആണ് എന്ന് പറഞ്ഞ കൊലപാതകം. കൾപ്പബിൾ ഹോമിസൈഡ് ബൈ കോസിംഗ് ഡെത്ത് ഓഫ് എ പേഴ്സൺ അതർ ദാൻ പേഴ്സൺ ഹു ഡെത്ത് ഈസ് ഇന്റൻഡഡ്, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, ഒരാളിനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ ഒരാളുടെ മരണം സംഭവിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ മരണപ്പെട്ടത് മറ്റൊരാൾ, അങ്ങനെയെങ്കിൽ അതിന്റെ പ്രൊവിഷൻസ് എന്താണ്? പണിഷ്മെന്റ് ഫോർ മർഡർ, കൊലപാതകത്തിന് ശിക്ഷ എന്താണ്, തുടങ്ങി പണിഷ്മെന്റ് ഫോർ കിഡ്നാപ്പിംഗ് വരെയുള്ള കാര്യങ്ങൾ ഒഫൻസസ് അഗൻസ്റ്റ് ബോഡി എന്ന ടോപ്പിക്കിൽ നമ്മൾ പ്രതിപാദിക്കുന്നതാണ്. ഓക്കെ. അതുപോലെ ട്രാഫിക്കിംഗ് ഓഫ് എ പേഴ്സൺ, തട്ടിക്കൊണ്ടുപോകൽ എന്നറിയപ്പെട്ടത്, റേപ്പ്, പണിഷ്മെന്റ് ഫോർ റേപ്പ്, നിങ്ങളുടെ സിലബസ് ഉണ്ട്. ഗ്യാങ് റേപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പണിഷ്മെന്റ് ഫോർ റിപ്പീറ്റ് ഒഫൻസസ് വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഒഫൻസസ് അഗൻസ്റ്റ് ബോഡി എന്നത് വളരെ വലിയൊരു ടോപ്പിക്കാണ്, വിശാലമായൊരു ടോപ്പിക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമുക്ക് ഇതിനകത്തെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഒന്ന് കേട്ടാലോ? നോക്കുക.
മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റത്തിനുള്ള ശിക്ഷ എന്ത്? മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യത്തിന് ശിക്ഷ എന്ത്? നിങ്ങൾ ഒരുപാട് സിനിമയിൽ കണ്ടു കാണല്ലേ, തട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രക്ഷകർത്താക്കളെ മറ്റോ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പണം ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ വർഷം ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലൊക്കെ നമ്മുടെ കേരളത്തിൽ കണ്ടതാണ്. ഇതിന്റെ ശിക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ വധശിക്ഷ. വധശിക്ഷയൊക്കെ വിധേയമാണോ അത്? ജീവപര്യന്തം, പിഴ, മുകൾ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇവിടുത്തെ ശരി ഉത്തരം എന്താണ്? മോചനദ്രവ്യം ആവശ്യപ്പെട്ടതിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ വധശിക്ഷ ലഭിക്കാം, ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാം, പിഴ ശിക്ഷ ലഭിക്കാം, മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ് ശരി ഉത്തരം. നമുക്ക് തോന്നും വധശിക്ഷ ലഭിക്കില്ല, വധശിക്ഷയ്ക്കുള്ള കുറ്റകൃത്യമാണോ എന്നൊക്കെ ആണ്. അപ്പം വധശിക്ഷയോ ജീവപര്യന്തമോ പിഴയോ എല്ലാം തന്നെ ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റകൃത്യമാണ് എന്നറിയപ്പെടുന്നത് നമ്മൾ ഈ പറയപ്പെടുന്ന കുറ്റകൃത്യങ്ങളെല്ലാം എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണെങ്കിലും ശരി, നമുക്ക് നോക്കാം. മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തട്ടിക്കൊണ്ടുപോകൽ, കിഡ്നാപ്പിംഗ് അല്ലേ, നമ്മൾ ഒരുപാട് കേട്ടതാണ്. കിഡ്നാപ്പിങ്ങിനെ പറ്റി പറയുന്ന വകുപ്പ് 137 വകുപ്പ്. മറക്കരുതേ, ഭാരതീയ ന്യായ സംഹിതയിലെ ഏത് വകുപ്പ്, ഏത് സെക്ഷനാണ് കിഡ്നാപ്പിങ്ങിനെ പറ്റി പറയുന്നത്? ഉത്തരം 137, സെക്ഷൻ 137 കിഡ്നാപ്പിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. 2 തരത്തിലുള്ള കിഡ്നാപ്പിംഗ് ഉണ്ട്. എന്തൊക്കെയാണ്? എന്താണ്? ഒന്ന്, കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ, ഇന്ത്യയിൽ നിന്നുള്ള കിഡ്നാപ്പിംഗ്. 2, കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ്, രക്ഷകർത്താവിൽ നിന്നുള്ള നിയമപരമായ രക്ഷകർത്താവ്, നിയമപരമായി സംരക്ഷണത്തിലുള്ള വ്യക്തിയിൽ നിന്നുമുള്ള കിഡ്നാപ്പിംഗ്. 2 തരത്തിലുള്ള കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ ഉണ്ട്, കിഡ്നാപ്പിംഗ് ഫ്രം ലാഫുൾ ഗാർഡിയൻഷിപ്പ്. ഈ 2 തരത്തിലുള്ള കിഡ്നാപ്പിംഗ് ആണുള്ളത്. അപ്പോ ഭാരതീയ ന്യായ സംഹിതയിലെ 137 കിഡ്നാപ്പിംഗ്. അങ്ങനെയെങ്കിൽ 140 വകുപ്പിൽ പറയുന്നു കൊലപാതകത്തിനോ മോചനദ്രവ്യത്തിനോ വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ പോകൽ മുതലായവ കാര്യങ്ങളാണ്. അപ്പോ ഓർക്കുക, മോചനദ്രവ്യത്തിന് വേണ്ടിയിട്ടോ അല്ലേ, അല്ലെങ്കിൽ കൊലപാതകത്തിന് വേണ്ടിയിട്ടോ തട്ടിക്കൊണ്ടുപോകൽ പറയുന്ന വകുപ്പ് ഏതാണ്? BNS-ലെ ഭാരതീയ ന്യായ സംഹിതയിലെ 140 വകുപ്പാണ് പറയുക. എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകലിന്റെ പ്രത്യേകത? ആരെങ്കിലും ഒരാളെ തട്ടിക്കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകലിന് ശേഷം തടങ്കൽ പാർപ്പിക്കുകയോ അങ്ങനെയുള്ള വ്യക്തിയെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റം വഴിയോ അത്തരം വ്യക്തികളെ വധിച്ചേക്കാമെന്ന ന്യായമായ ഭയം ജനിപ്പിക്കുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങളാണ് സെക്ഷൻ 140 പറയുന്നു. തോക്ക് ചൂണ്ടുന്നു, ഇപ്പൊ ബോംബ് തിരികൊളുത്തുമെന്ന് പറയുന്നു, നിങ്ങളേതാ താഴേക്ക് തള്ളിയിട്ട് കൊല്ലുമെന്ന് പറയുന്നു എന്നിങ്ങനെയുള്ള ഭയം, മരണഭയം ഉളവാക്കുന്ന തരം പ്രവൃത്തികൾ എപ്പോഴാ? തടങ്കൽ പാർപ്പിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ചെയ്യുന്ന പ്രവൃത്തി എല്ലാം തന്നെ 140 പ്രകാരമുള്ള കുറ്റകൃത്യമാണ്. ഗവൺമെന്റിന്റെ ഏതെങ്കിലും വിദേശ സംസ്ഥാനത്തിന്റെ അന്തർദേശീയ ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ മറ്റേതെങ്കിലും വ്യക്തികളെയോ ഇത്തരത്തിൽ ചെയ്യാൻ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുന്നതിന് വിട്ടു നൽകുന്നതിനോ വേണ്ടി അത്തരം വ്യക്തികളെ വേദനിപ്പിക്കുകയോ മുറിവേൽപ്പിക്കുകയോ മരണപ്പെടുത്തുകയോ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തികൾ എല്ലാം തന്നെ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മോചനദ്രവ്യം ആവശ്യപ്പെടൽ. മനസ്സിലാവുന്നുണ്ടോ? ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരെയോ ഭരണാധികാരികളെയോ അവരുമായി ബന്ധപ്പെട്ട ആളുകളെയോ ഒക്കെ തന്നെ തട്ടിക്കൊണ്ടുപോകുക അല്ലെങ്കിൽ ഗവൺമെന്റിനോട് വിലപേശുക, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ശിക്ഷ എന്താണ്? വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ്, പിഴയ്ക്കും വിധേയമാക്കിയിരിക്കും. അപ്പോൾ ഓർത്തിരിക്കണം, വധശിക്ഷ ലഭിക്കാം അല്ലെങ്കിൽ ജീവപര്യന്തമായിരിക്കും അല്ലേ, ഡെത്ത് ഇംപ്രിസൺമെന്റ് ജീവപര്യന്തമായിരിക്കും അല്ലെങ്കിൽ പിഴയ്ക്കും വിധേയമായേക്കാം എന്ന് ഓർക്കുക. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ പിന്നീട് കിഡ്നാപ്പിങ്ങിന് വധശിക്ഷയ്ക്കും വിധേയമാക്കാം എന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 140. ഓർത്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പൊ കിഡ്നാപ്പിങ്ങിനെ പറ്റി പറയുന്ന വകുപ്പ് ഏതാ? 137 അല്ലേ. 2 തരത്തിലുള്ള കിഡ്നാപ്പിംഗ് ഉണ്ട്. ഏതൊക്കെയാ? കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ, മറ്റൊന്ന് കിഡ്നാപ്പിംഗ് ഫ്രം ലാഫുൾ ഗാർഡിയൻഷിപ്പ്. 2 തരത്തിലുള്ള കിഡ്നാപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. കിഡ്നാപ്പിങ്ങിന് വധശിക്ഷയോ ജീവപര്യന്തമോ പിഴയോ ലഭിക്കാവുന്ന കുറ്റകൃത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിയെ തട്ടിക്കൊണ്ടുപോകുകയോ മോചനദ്രവ്യം ആവശ്യപ്പെടുകയോ കസ്റ്റഡിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ തടങ്കൽ പാർപ്പിക്കുകയോ അവിടെ വെച്ചിട്ട് മരണഭയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുക, ഗവൺമെന്റിന്റെയോ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിന്റെയോ സംസ്ഥാന സർക്കാരുകളുടെയോ ഒക്കെ തന്നെ ബന്ധപ്പെട്ട വ്യക്തികളുമായി ഇത്തരം കാര്യങ്ങളെ നിർബന്ധിക്കുക, മോചനദ്രവ്യം അവരോട് ആവശ്യപ്പെടുക, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ശിക്ഷാർഹമാണ്. വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം,
പിഴയും ലഭിക്കാം എന്നതാണ്. അടുത്തതൊരു ചോദ്യം നോക്കുക, നിങ്ങൾ നോക്കുക. എ എന്ന ആൾ, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടു കാണും, എ ബി ഇസഡ് ഒക്കെ അല്ലേ. എ എന്ന ആൾ ബി എന്ന ആളെ കൊല്ലുന്നതിന് വേണ്ടി ഒരു കുപ്പി വെള്ളത്തിൽ വിഷം ചേർത്ത് വെച്ചു. ആ വെള്ളം സി എടുത്ത് കുടിച്ചു, മരിച്ചു. ഇവിടെ എ ചെയ്ത കുറ്റം എന്ത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. എ എന്നൊരാൾ ബിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിയിൽ വിഷം കലക്കി വെച്ചു അല്ലേ, സി എടുത്ത് കുടിച്ചു, മരിച്ചു. എ ചെയ്ത കുറ്റം. നമ്മുടെ കമലദളം സിനിമയിൽ നിങ്ങൾ കാണും അല്ലേ, കുപ്പിയിൽ വിഷം ചേർത്തൊക്കെ വയ്ക്കുന്നത്, മോഹൻലാൽ എടുത്ത് കുടിക്കുന്ന ക്ലൈമാക്സ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്താണ് കുറ്റകൃത്യം? കുറ്റകരമായ നരഹത്യ, കുറ്റകരമല്ലാത്ത നരഹത്യ. ഓപ്ഷൻ ബി ആണ് കുറ്റകരമായ നരഹത്യ. ഓപ്ഷൻ സി കുറ്റകരമായ അശ്രദ്ധ, ഗുരുതരമായ അശ്രദ്ധ അല്ലേ. അശ്രദ്ധയെന്നൊന്നും ഇതിന് പറയാൻ പറ്റില്ലെന്ന് നമുക്കറിയാം, ശരിയല്ലേ? ആരെയാണെങ്കിലും കൊല്ലാൻ വേണ്ടിയാണല്ലോ ചെയ്തത്. സി ആണ് മരിച്ചതെന്നേ ഉള്ളൂ, ബിയെ കൊല്ലാൻ വേണ്ടിയാണ്. അപ്പൊ അശ്രദ്ധയൊക്കെ വെട്ടിക്കളയാം, അശ്രദ്ധയൊന്നും അല്ല. അശ്രദ്ധയല്ല, കുറ്റകരമോ ഗുരുതരമോ അശ്രദ്ധ വിട്ടേക്കാം. പിന്നെ എന്താണ്? കുറ്റകരമായ നരഹത്യാണോ കുറ്റകരമല്ലാത്ത നരഹത്യാണോ? കുറ്റകരമായ നരഹത്യാണോ? നിങ്ങളുടെ ചിന്തിച്ചു നോക്കിയേ, കുറ്റകരമായ നരഹത്യാണോ കുറ്റകരമല്ലാത്തയാണോ? ഒരു സംശയവും വേണ്ട, കുറ്റകരമായ നരഹത്യ, കൾപ്പബിൾ ഹോമിസൈഡ് തന്നെയാണ്. കുറ്റകരമായ നരഹത്യ എന്നത് ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരി ഉത്തരമായിട്ട് ഓർക്കണം അല്ലെ, കുറ്റകരമായ നരഹത്യ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് കുറ്റകരമായ നരഹത്യ എന്ന്. കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുക കുറ്റകരമായ നരഹത്യയെ പറ്റി പറയുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് സെക്ഷൻ 300 ആണ്, സെക്ഷൻ 100. അപ്പൊ സെക്ഷൻ 100, സെക്ഷൻ 100 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൾപ്പബിൾ ഹോമിസൈഡ്, കുറ്റകരമായ നരഹത്യയെ പറ്റി പറയുന്നു. മരണമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയോ മരണത്തിന് കാരണമായേക്കാവുന്ന ദേഹോദ്രവം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെയോ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടിയോ ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് മരണത്തിന് കാരണമാകുന്നതിനോ ഇത്തരം മരണങ്ങളെ വിളിക്കുന്ന എന്ത് പറയുന്നു? കൾപ്പബിൾ ഹോമിസൈഡ് അല്ലെങ്കിൽ കുറ്റകരമായ നരഹത്യ. വിഷം കലക്കി വെച്ചാൽ, വിഷം കുടിച്ചാൽ മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ പ്രവൃത്തി ചെയ്യുന്നത്, അല്ലാതെ വിഷം കുടിച്ചാൽ അയാൾ അത്ഭുതകരമായി രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചിട്ടാണോ? അല്ല. അപ്പൊ അത് കുറ്റകരമായ നരഹത്യയായിട്ട് കണക്കാക്കാം അല്ലേ. ഭാരതീയ ന്യായ സംഹിതയുടെ 100 കുറ്റകരമായ നരഹത്യ പറയും. 102 പറയുന്നു കൾപ്പബിൾ ഹോമിസൈഡ് ബൈ കോസിംഗ് ഡെത്ത് ഓഫ് എ പേഴ്സൺ അതർ ദാൻ പേഴ്സൺ ഹോസ് ഡെത്ത് വാസ് ഇന്റൻഡഡ്. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടതാണ്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുമ്പോൾ ഒരാളിന് ഡെത്ത് ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി ചെയ്ത പ്രവൃത്തി കാരണം മറ്റൊരാളിന്റെ ഡെത്ത് ഉണ്ടാകുന്നു, മറ്റൊരാൾ മരണപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അതിന്റെ പ്രൊവിഷൻസ് പറയുന്ന വകുപ്പ് ഭാരതീയ ന്യായ സംഹിതയിലെ 103 വകുപ്പാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ 103. മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശിച്ച വ്യക്തി അല്ലാതെ മറ്റൊരാളിന്റെ മരണത്തിന് കാരണമാകുന്ന കുറ്റകരമായ നരഹത്യ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 102. മരണം സംഭവിക്കണമെന്ന ഉദ്ദേശിച്ച വ്യക്തി അല്ലാതെ മറ്റൊരാളിന്റെ മരണത്തിന് കാരണമാകുന്ന കുറ്റകരമായ നരഹത്യയെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് മറക്കരുത്, ഭാരതീയ ന്യായ സംഹിതയിലെ 102 വകുപ്പാണ്. മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയോ തന്റെ പ്രവൃത്തിയാൽ മരണം സംഭവിക്കാൻ ഇടയാകുമെന്ന അറിവോടുകൂടിയും ഒരാൾ ഈ പ്രവൃത്തി ചെയ്യുന്നു, അതുകൊണ്ട് അതിനെ കുറ്റകരമായ നരഹത്യ തന്നെയാണ്. സെക്ഷൻ 102 പറയുക. ഒരാൾ ആരുടെ മരണമാണ് ഉദ്ദേശിച്ചത്, അയാൾക്ക് പകരം മറ്റൊരാളുടെ മരണത്തിന് കാരണമായേക്കാവുന്ന ഏതൊരു കുറ്റവും സെക്ഷൻ 102 പ്രകാരം ഒരു കുറ്റകരമായ നരഹത്യ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം നേരത്തെ പറഞ്ഞില്ലേ, കൾപ്പബിൾ ഹോമിസൈഡ്, കുറ്റകരമായ നരഹത്യ തന്നെയാണെന്ന് ഓർക്കണം. എന്താണ് ഇതിന്റെ ശിക്ഷ? കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ, പനിഷ്മെന്റ് ഫോർ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ട് ടു മർഡർ. കൊലപാതകമല്ലാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നത് 105 വകുപ്പിലാണ്. ഏത് വകുപ്പാണ് പറഞ്ഞേ? 105. അപ്പൊ കുറ്റകരമായ നരഹത്യയുടെ ശിക്ഷ, മർഡർ ആവാത്ത, കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പാണ് 105 എന്ന് ഓർക്കുക. മരണകാരണമായ കൃത്യം മരണമുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ മരണത്തിന് കാരണമായേക്കാവുന്ന ദേഹോദ്രവം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ ചെയ്താലുള്ള ശിക്ഷ ജീവപര്യന്തം തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 10 വർഷം വരെ തടവും കൂടാതെ പിഴയ്ക്കും വിധേയമാകണം. അപ്പോ കൾപ്പബിൾ ഹോമിസൈഡ് അതാണ് കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ എന്താണ്? ജീവപര്യന്തം തടവ് ശിക്ഷ അല്ലെങ്കിൽ 10 വർഷം വരെയും തടവും കൂടാതെ പിഴയ്ക്കും വിധേയമാകണം. നമുക്കറിയാം ഇത് കൊഗ്നിസിബിൾ ആണെന്ന് പറഞ്ഞാൽ വാറണ്ട് ഇല്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാം. നോൺ ബെയിലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ജാമ്യം ലഭിക്കാത്തവയാണ്.
ട്രയൽഡ് ബൈ കോർട്ട് ഓഫ് സെഷൻ, അല്ലെ സെഷൻസ് കോടതി, അല്ലെ അധികാരപരിധിയുള്ള കോടതിക്ക് വിചാരണ ചെയ്യാൻ അധികാരമുള്ള സെഷൻസ് കോടതി വിചാരണ ചെയ്യേണ്ട ഒരു കേസാണെന്നും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. ഓക്കെയാണല്ലോ. ഒരു കൃത്യം മരണമുണ്ടാക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും എന്നാൽ മരണമുണ്ടാകണമെന്നോ അല്ലെങ്കിൽ മരണകാരണമാകാവുന്ന തരത്തിലുള്ള ഒരു ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശമില്ലാതെയും ചെയ്താലുള്ള ശിക്ഷയെ പറ്റി താഴെ പറയുന്നു. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളിൻ്റെ കുറ്റകരമായിട്ടുള്ള പ്രവൃത്തി അത് നരഹത്യയാണ്, കുറ്റകരമായ നരഹത്യയാണെന്ന് പറയണമെങ്കിൽ ചില കണ്ടീഷൻസ് പറഞ്ഞു. എന്നാൽ ഒരു കൃത്യം മരണമുണ്ടാക്കാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയും എന്നാൽ മരണമുണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ മരണകാരണമായേക്കാവുന്ന തരത്തിലുള്ള ഒരു ദേഹോദ്രവം ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശം ഇല്ലാതെയും ചെയ്താലുള്ള ശിക്ഷയെ പറ്റി താഴെ പറയുന്നു. എന്താണ് ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം വരെയോ തടവ് ശിക്ഷയോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കും. 10 വർഷം വരെ തടവ് ശിക്ഷയോ അല്ലെങ്കിൽ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കും, അല്ലേ? നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവപര്യന്തം തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 10 വർഷമാണ് ഇവിടെ 10 വർഷം തടവ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നു, എന്നാൽ അയാളുടെ മരണം സംഭവിക്കണമെന്ന് തരത്തിലുള്ള ഒരു ദേഹോദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശം ഇല്ലാതെയും ചെയ്താലുള്ള ശിക്ഷയെ പറ്റി പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനെപ്പറ്റി പറയുന്ന വകുപ്പാണ് ഏത്? നമ്മൾ സെക്ഷൻസ് ഏത് പറയുന്നത്? നമ്മൾ പറയുന്നത് 105, സെക്ഷൻ 105 ആണ്. അപ്പോ കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷയെ പറ്റി പറയുന്ന വകുപ്പ് 105 ആണെന്ന് മറക്കാതിരിക്കുക. 105 ആണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ പറഞ്ഞത്? ഏത് സാഹചര്യത്തിൽ, അടുത്ത ദിവസം നോക്കുക, ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിന് താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവർത്തികൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഇല്ലാത്തത്, അല്ലെ? ക്രിമിനൽ ഉത്തരവാദിത്തം ഇല്ലാത്തത് ഏത് പ്രായത്തിലുള്ള വ്യക്തികൾക്കാ? ഓപ്ഷൻ എ മാനസിക ശേഷിയില്ലായ്മ, ഓപ്ഷൻ ബി ശൈശവം, ഓപ്ഷൻ സി ലഹരി, ഓപ്ഷൻ ഡി നിയമത്തിന്റെ തെറ്റ്. ഇതിൽ ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ, ശൈശവം എന്നാണ് ശരി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ശൈശവം, അതായത് 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും എന്തല്ല, ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ക്രിമിനൽ ഉത്തരവാദിത്വം ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ കുറ്റകരമായി കണക്കാക്കുന്നില്ല എന്ന കാര്യം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ശൈശവം എന്നതാണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അഥവാ BNS എന്ന നിയമത്തിലെ പ്രധാനപ്പെട്ട സെഷൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ പ്രതിപാദിച്ചത്. ഇതിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് നമ്മളെല്ലാം കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പരിശീലന കളരിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞ് നമ്മൾ ഈ സെഷൻസ് അവസാനിപ്പിക്കുന്നു. താഴെ പറയുന്നവയിൽ മാരകമായ മുറിവിന്റെ ഉദാഹരണമല്ലാത്തത് ഏത്? മാരകമായ മുറിവിന് ഉദാഹരണമല്ലായത് ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയുന്നു. മാരകമായിട്ടുള്ള ഉപദ്രവം, ഗ്രീവിയസ് ഹർട്ട് അല്ലാത്തത് ഏത്? ഷണ്ടനാക്കുക എന്ന് പറയുമ്പം പുരുഷത്വത്തെ ഇല്ലാതാക്കുക, അസ്ഥിയുടെ ദാനഭ്രംശം, സ്ഥിരമായിട്ടുള്ള രൂപഭേദം, 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ് ഒഴികെ ബാക്കിയെല്ലാം ഗ്രീവിയസ് ഹർട്ടിൽ വരുന്നതാണ്. കഠിനമായിട്ടുള്ള മാരകമായ മുറിവിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രത്യേകതകളെന്ന്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 114 ഹർട്ട്, ദേഹോപദ്രവത്തെ പറ്റി പറയുന്നത്. 114 നമുക്കറിയാം, അല്ലെ? എന്നാൽ 115 വോളണ്ടറിലി കാസിംഗ് ഹർട്ടാണ്, അല്ലെ? നമുക്കറിയാം ഗുരുതരമായിട്ടുള്ള ദേഹോപദ്രവത്തെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് എന്നറിയപ്പെടുന്നത് 115. അപ്പൊ 114 ദേഹോപദ്രവമാണെങ്കിൽ, ഹർട്ടാണെങ്കിൽ 115 എന്താണ്? ഗ്രീവിയസ് ഹർട്ട്. മനസ്സിലാവുന്നുണ്ടോ? കഠിനമായ ദേഹോപദ്രവം. നോക്കുക പെട്ടെന്ന്, എന്താണ് ദേഹോപദ്രവം? ഹർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരാളിന്റെ ശരീരത്തിന് വേദനയോ രോഗമോ ബലഹീനതയോ ഉണ്ടാക്കാവുന്ന പ്രവൃത്തിയാണ് ദേഹോപദ്രവം. ഹർട്ട് എന്നറിയപ്പെട്ടു. 115 പറയുന്നു ഗ്രീവിയസ് ഹർട്ടാണ്, കഠിനമായ ദേഹോപദ്രവത്തെ പറ്റി പറയുന്നു 115. അപ്പൊ നമ്മുടെ ഇവിടെ ചോദ്യം എന്തായിരുന്നു കഠിനമായ ദേഹോപദ്രവം? അതിവിടെ ഒരു ചോദ്യം കണ്ടോ. പുരുഷത്വം ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരാളിനെ ദേഹോപദ്രവം ചെയ്യുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് കുറ്റം? ഇപ്പൊ ഇന്ത്യൻ ശിക്ഷാ നിയമമല്ല, ഭാരതീയ ന്യായ സംഹിതയാണ്. ഏത് കുറ്റമാണ്? ദേഹോപദ്രവം, ലൈംഗിക പീഡനം, കഠിന ദേഹോപദ്രവം, വധശ്രമം. ഏതാണ് ഉത്തരം? കഠിന ദേഹോപദ്രവം എന്നാണ് ഇവിടുത്തെ ശരി ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ് കഠിന ദേഹോപദ്രവം എന്ന് പെട്ടെന്ന് നോക്കുക. താഴെ പറയുന്ന ദേഹോപദ്രവങ്ങളെല്ലാം തന്നെ കഠിന ദേഹോപദ്രവങ്ങളായി കണക്കാക്കപ്പെടുന്നു. നോക്കുക ഏതെല്ലാം. ഒന്ന്, പുരുഷത്വം ഇല്ലാതാക്കപ്പെടുക, ഷണ്ടത്വം ഇല്ലാതാക്കപ്പെടുക, കഠിനമായ ദേഹോപദ്രവമാണ്, ഗ്രീവിയസ് ഹർട്ടാണ്. ഏത് വകുപ്പാണ് പറയുക? സെഷൻ 115. മറക്കരുത്, ഭാരതീയ ന്യായ സംഹിതയിലെ 115 വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കഠിനമായ ദേഹോപദ്രവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന്, പുരുഷത്വം ഇല്ലാതാക്കുക. 2,
കണ്ണുകളിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ കാഴ്ച സ്ഥിരമായി നഷ്ടപ്പെടുത്തുക. കണ്ണുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കാഴ്ച സ്ഥിരമായി നഷ്ടപ്പെടുന്നത് കഠിനമായ ദേഹോദ്രവമായി കണക്കാക്കപ്പെടുന്നു. പിന്നെയോ ചെവികളിൽ ഏതിൻ്റെയെങ്കിലും കേൾവി സ്ഥിരമായി നഷ്ടപ്പെടുത്തുക. പിന്നെയോ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവമോ സന്ധിയോ നശിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന്റെയോ സന്ധിയുടെയോ ശക്തി നശിക്കുകയോ എന്നേക്കുമായി ബലഹീനത ഉണ്ടാക്കുകയോ ചെയ്യുന്നത്, ഇതും കഠിനമായ ദേഹോദ്രവമായി കണക്കാക്കുന്നു. സെക്ഷൻ 115 പ്രകാരം തലയ്ക്കോ മുഖത്തിനോ സ്ഥിരമായ വൈകൃതമുണ്ടാക്കുന്നത് അതും കഠിനമായ ദേഹോദ്രവമാണ്. ഉണ്ടോ? പിന്നെയോ എല്ലിൻ്റെയോ പല്ലിൻ്റെയോ ഒടിവോ സ്ഥാനഭംഗമോ ഉണ്ടാകുന്നത്, എല്ലോ പല്ലോ ഒടിയുകയോ സ്ഥാനഭംഗം ഉണ്ടാകുകയോ ചെയ്ത് അതും കഠിനമായ ദേഹോദ്രവമായി കണക്കാക്കുന്നു. സെക്ഷൻ 7 ജീവൻ അപായം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ദേഹോദ്രവമേറ്റ വ്യക്തി തൻ്റെ സാധാരണ ജീവിതമോ ജോലിയോ ചെയ്യാൻ കഴിവില്ലാതാകുകയോ അല്ലെങ്കിൽ അയാൾ 20 ദിവസം വരെ കഠിനമായ ശരീരവേദന അനുഭവിക്കുന്നതുമായ ദേഹോദ്രവം, 20 ദിവസം വരെ കഠിനമായ ദേഹോദ്രവം അനുഭവിക്കും. ഇവിടെ ഓർക്കണം നിങ്ങൾ, 15 ദിവസം വരെ കഠിനമായ ദേഹോദ്രവം എന്നാണ് നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ. കണ്ടോ? അതാണ് അവിടുത്തെ തെറ്റായിട്ട് വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓർക്കുക, എന്താണ് ജീവൻ അപായം ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ദേഹോദ്രവം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി തൻ്റെ സാധാരണ ജീവിതമോ ജോലിയോ ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ അടിപ്പെടുക, കിടക്കയിലാകുക, അല്ലെങ്കിൽ മരണശയ്യയിലാകുക, ജീവച്ഛവമാക്കപ്പെടുക, 20 ദിവസം വരെ കഠിനമായ ശരീരവേദന അനുഭവിക്കുന്നതായ ദേഹോദ്രവം ഏൽക്കുക, 20 ദിവസം വരെ കഠിനമായ ശരീരവേദന അനുഭവിക്കുന്ന രൂപത്തിലുള്ള ദേഹോദ്രവം ഏൽപ്പിക്കുക. ഇതെല്ലാം തന്നെ എന്താണ്? ഓർത്തിരിക്കണം, മറക്കരുത്, ഗ്രീവിയസ് ഹർട്ടാണ്. എന്ന് പറഞ്ഞാൽ കഠിനമായ ദേഹോദ്രവം എന്ന കുറ്റകൃത്യമാണ്, അല്ലെ? ഇനി ഇതിലെ സെക്ഷൻ 124 കൂടി നോക്കുക. എന്താണ്? സ്വമേധയാ ആസിഡ് ഉപയോഗിച്ചുകൊണ്ട് ഗുരുതരമായി പരിക്കേൽപ്പിക്കുക. ആസിഡ് ആക്രമണത്തെ പറ്റി പറയുന്ന വകുപ്പ് 124 നമ്മൾ ഒരുപാട് സിനിമകളിലും പത്രങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട്, അല്ലേ? ആസിഡ് ആക്രമണം, അല്ലേ? പ്രണയ നിഷേധം ഉണ്ടായാൽ ഉടനെ ആസിഡ് ആക്രമണം നടത്തുകയാണ് മുഖം വൈകൃതമാക്കാനായിട്ട്. 124 കുറ്റകൃത്യം. ഇങ്ങനെ കുറ്റകൃത്യം ഏൽപ്പിക്കുന്നതിനെ പറ്റി പറയുന്ന വകുപ്പ് 124 എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം, മറക്കരുത്. അത്തരത്തിലുള്ള പ്രവൃത്തികൾ, വൈരൂപ്യമുണ്ടാക്കുക, പൊള്ളലേൽപ്പിക്കുക, ആസിഡ് എറിയുക, ഇതെല്ലാം കുറ്റകരമാണെന്ന് 124 പറയുന്നുണ്ട്. ശിക്ഷ 10 വർഷത്തിൽ കുറയാത്ത, ഓർക്കണം, ഇത്തരം ആസിഡ് ആക്രമണം നടത്തുന്ന പ്രതികൾക്ക് ലഭിക്കുന്ന മിനിമം ശിക്ഷ 10 വർഷം തടവാണ്, പരമാവധി ജീവപര്യന്തം വരെ ആകാം എന്ന് പറയുന്നു. 124 വകുപ്പിൽ പറയുന്നു. കൂടാതെ പിഴയും ലഭിക്കാം. ഇത് കൊഗ്നിസിബിൾ ഒഫൻസ് ആണ്, ഒപ്പം നോൺ ബെയിലബിൾ ആണ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം, മറക്കരുത്. ഓക്കെ അല്ലേ പറഞ്ഞത്? എന്നാൽ കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തി ഇവിടെ ചികിത്സാ ചിലവുകൾക്കും പുനരധിവാസത്തിനും വേണ്ടിയുള്ള തികച്ചും ന്യായമായതും മതിയായതുമായിട്ടുള്ള തുക ആയിരിക്കണം പിഴയായി വിധിക്കേണ്ടത്. അതായത് കുറ്റക്കാരിൽ നിന്ന് പിഴയായിട്ട്, ഇപ്പം 10 വർഷം മിനിമം ശിക്ഷ എന്ന് പറഞ്ഞില്ലേ, പരമാവധി ജീവപര്യന്തമല്ലേ, പിഴ ലഭിക്കുന്നില്ലേ? ഇതല്ലേ ഈ പിഴയായിട്ട് ലഭിക്കുന്ന തുക ഈ ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ പുനരധിവാസത്തിനും ചികിത്സയ്ക്കും മറ്റും വേണ്ടിയിട്ട് ഈടാക്കുന്ന തുകയായിരിക്കണം എന്ന് പറയുന്നു. ഇത്രയുമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ എങ്ങനെ പഠിക്കണം, എങ്ങനെ കൃത്യമായി ഉന്നത റാങ്കുകൾ ഉറപ്പിക്കാമെന്ന വിഷയത്തിൽ ഒരു ഓഫ്ലൈൻ ക്ലാസ് ഈ വരുന്ന ഡിസംബർ 22 ഞായറാഴ്ച കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ കാക്കനാട് ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്നു. എല്ലാ അധ്യാപകരും നേരിട്ട് അണിനിരക്കുന്ന, നിങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്ന ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്കും രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് പങ്കാളികളാകാം. ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇനി എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ മത്സര പരിശീലന കളരിയിൽ സ്പെഷ്യൽ ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.